നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. സപ്തകന്യകമാരിൽ അഞ്ചാമത്തെ മാതാവായ വരാഹിദേവി തൻ്റെ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുക്കുന്ന മഹാശക്തിയാണ്. പഞ്ചമി നായകി എന്നും പഞ്ചമി ദേവി എന്നും നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. തൻ്റെ ഭക്തൻ്റെ ആഗ്രഹം ജെനുവിനാണെങ്കിൽ അമ്മ അത് നടത്തിക്കൊടുക്കുന്നതാണ്. ഭക്തൻ ആഗ്രഹിക്കുന്ന ലോങ് ടൈം ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ചൊല്ലാവുന്ന വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ എത്ര ലോങ് ടൈം ആയിട്ടുള്ള ആഗ്രഹങ്ങളായാലും പെട്ടെന്ന് തന്നെ അമ്മ സാധിച്ചു തരുന്നതാണ്. അതിന് ഒരു പർട്ടിക്കുലർ ടൈം വച്ച് അമ്മ നമ്മളെ കൈവിടാതെ കൂടെ നിന്ന് നടത്തി തരുന്നതാണ്. ലോങ് ടൈം ആവശ്യങ്ങൾ മീൻസ് കാറ്, വീട്, ഗോൾഡ് എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലൊരാൾക്ക് കാറുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ കാറ് വേണമെന്ന് അമ്മയോട് പറഞ്ഞാൽ അമ്മ നാളെ കാറ് വാങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി തരില്ല. അത് ഒരു ലോങ് ടൈം ആയിട്ട് വെച്ചിട്ട് കുറച്ച് നാൾ അമ്മയെ പ്രാർത്ഥിച്ച് അതിനുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അമ്മ അത് നേടി തരുന്നതാണ്. പക്ഷേ ആഗ്രഹിക്കുന്നത് ജെനുവിനാണെങ്കിൽ, അതിന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മ അത് തീർച്ചയായിട്ടും നടത്തി തരുന്നതാണ്. അമ്മയുടെ ഈ ഗായത്രി മന്ത്രം ഉരുവിടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ലോങ് ടൈം ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത് മാത്രമല്ല, അവ നിലനിർത്തി പോകുന്നതിനും അമ്മ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഈ മന്ത്രം ജപിക്കുന്നത് എങ്ങനെയെന്നാൽ, ആദ്യത്തെ 3 days, അതായത് 3 ദിവസം 108 തവണ ജപിക്കണം. രാത്രി 7-നും 12-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തത്തിൽ. ചൊല്ലാൻ പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ, എല്ലാ വീഡിയോസിലും ഇത് പറയുന്നുണ്ട്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അമ്മയെ രാത്രി ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇരുട്ടും തോറും അമ്മയുടെ ശക്തി മൂർച്ഛിക്കുന്നതാണ്. സൂര്യാസ്തമനത്തിന് ശേഷം അമ്മയ്ക്ക് ശക്തി കൂടുന്നതാണ്. അതുകൊണ്ടാണ് രാത്രി സമയത്ത് ഈ മന്ത്രം ചൊല്ലാൻ പറയുന്നത്. ഈ മന്ത്രം എന്നല്ല, അമ്മയുടെ എല്ലാ മന്ത്രങ്ങളും രാത്രി സമയത്ത് ചൊല്ലുന്നതാണ് അത്യുത്തമം. ഈ സമയത്ത് വയ്ക്കുന്ന പ്രാർത്ഥനകൾക്ക് എല്ലാം തന്നെ അമ്മ അതീവ ശക്തിയോടുകൂടി നമ്മൾക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് നേടിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുന്നതാണ്. മാത്രമല്ല, രാത്രി 7 മണിക്ക് മേലെ വരാഹി അമ്മയ്ക്കായി ചെയ്യുന്ന പൂജയ്ക്കും ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ്. കുളി കഴിഞ്ഞ് ശാരീരിക മാനസിക ശുദ്ധി വരുത്തിയ ശേഷം തെക്ക് ദിശ ഒഴികെ വേറെ ഏത് ദിശയിലിരുന്ന് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നേ ഒരു തിരി കൊളുത്തിയോ അതല്ല ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കസേരയിലിരുന്നോ അതല്ല നിലത്തിരിക്കുകയാണെങ്കിൽ വെറും തറയിലിരിക്കാൻ പാടില്ല, ഒരു പായയോ ഒരു ഷീറ്റോ വിരിച്ച് അതിൻ്റെ മേലെ ഇരുന്നോ ജപിക്കാവുന്നതാണ്. ആദ്യത്തെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 108 ടൈംസ് ചൊല്ലണം. അതിൽ തടസ്സപ്പെടുത്താൻ പാടില്ല. തടസ്സപ്പെട്ടാൽ ദേവീകോപം ഒന്നും ഉണ്ടാകുകയില്ല, പക്ഷേ ഫലസിദ്ധിയെ അത് ബാധിക്കും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുക, അപ്പോഴേ അത് ഫലത്തിൽ പറ്റുകയുള്ളൂ. ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡെയിലി 11 തവണ ചൊല്ലാവുന്നതാണ്. 108 തവണ ചൊല്ലണമെന്നുണ്ടെങ്കിൽ ചൊല്ലാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ 11 തവണയിൽ കുറയാതെ ചൊല്ലിയിരിക്കണം. വ്രതനിഷ്ഠകൾ എന്നാൽ ആദ്യത്തെ 3 ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം നോൺ വെജ് ഭക്ഷണം കഴിക്കാവുന്നതാണ്. എന്നാൽ മന്ത്രം ചൊല്ലുന്ന സമയത്ത് കുളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ മന്ത്രം ചൊല്ലാവൂ. ഈ മന്ത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ജപിക്കാവുന്നതാണ്. സ്ത്രീകൾ പീരീഡ്സ് ടൈമിൽ ജപിക്കാൻ പാടില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ അതിൻ്റെ തലേ ദിവസം ഈ മന്ത്രം ജപിക്കണം. പോകുന്ന കാര്യം ശുഭമായി നടക്കും. വരാഹി ദേവി എന്നാൽ പരാജയം അറിയാത്തവൾ എന്നാണ്. അതായത് ആരാധിക്കുന്നവർക്ക് ജയം മാത്രം പ്രദാനം ചെയ്യുന്ന ദേവി, അപരാജിത. വിളിച്ചാൽ വിളി കേൾക്കുന്ന സകലരുടെയും ആശ്രയമായ മഹാശക്തിയാണ് വരാഹി ദേവി. ആഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന വിജയത്തിൻ്റെ ദേവത. എല്ലാ ദിവസം പ്രാർത്ഥിക്കണമെന്നുള്ളവർക്കും ഈ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. പറഞ്ഞല്ലോ, ആദ്യത്തെ 3 ദിവസം 108 തവണയും അത് കഴിഞ്ഞിട്ട് 11 തവണ. അത് എന്നത് 108 തവണ, 48 തവണ, 21 തവണ ഇത് ഡെയിലി ജപിച്ചാലും ഒരു പ്രശ്നവുമില്ല. അത്രയ്ക്കും നന്മ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് സമയവും സൗകര്യവും നോക്കി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്
ജപിക്കാവുന്നതാണ്. എന്നാൽ 11 തവണയിൽ കുറയാതെ ജപിക്കണം. അതിശക്തിയാർന്ന അമ്മയുടെ ഗായത്രി മന്ത്രം ഇതാണ്: ഓം മഹിഷാധ്വജായേ വിദ്മഹേ ദണ്ഡഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. ഓം മഹിഷധ്വജായേ 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 വിദ്മഹേ ദണ്ഡഹസ്തായ ധീമഹി
തന്നോ വരാഹി പ്രചോദയാത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.